കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനേ അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് വിശിഷ്യ ഇന്നത്തെ നമ്മുടെ സ്മര്യ പുരുഷനായ ദിവ്യശ്രീ ധർമ്മതീർത്ഥ സ്വാമികൾക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ദിവ്യശ്രീ ധർമ്മ തീർത്ഥസ്വാമികൾ സമാധി പ്രാപിച്ചതിൻ്റെ 50-ാം വർഷമാണിത്. ഇന്നവിടുത്തെ 50-ാം സമാധി വാർഷിക ദിനമാണ്. കുറഞ്ഞൊരാളുകൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, കടമകൾ നിർവഹിച്ച ഒരു കർമ്മയോഗിയായിരുന്നു അവിടുന്ന്. അവിടുത്തോടുള്ള കടപ്പാടുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്സീമമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന പല സംവിധാനങ്ങളും സൗകര്യങ്ങളും ധർമ്മതീർത്ഥ സ്വാമികളുടെ പ്രയത്ന ഫലമാണ്. അദ്ദേഹമായിരുന്നു ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി. ശ്രീനാരായണ ധർമ്മ സംഘം 1928 രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ സാങ്കേതിക നിയമകാര്യങ്ങളെല്ലാം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്തത്, അതിനെ പൂർണ്ണതയിലെത്തിച്ചത്, സഫലമാക്കിയത് സ്വാമികളായിരുന്നു. സ്വാമികളുടെ ഒരു പ്രത്യേകത, സ്വാമികൾ ഗുരുദേവ ശിഷ്യനാകുന്നതിന് മുമ്പ് തന്നെ ഗുരുദേവന്റെ ശിഷ്യന്റെ ശിഷ്യനായി. ശിഷ്യൻ മുഖാന്തരമാണ് സ്വാമികൾ ഗുരുവിലേക്ക് അടുക്കുന്നത്. ഒരു കൗതുകം കൂടിയുണ്ട്. ഗുരുദേവനെ നേരിട്ട് ദർശിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുദേവ ദർശനത്തിൻ്റെ, അവിടുത്തെ മഹാധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ഒക്കെ അവിടുന്ന് മാറുകയുണ്ടായി. ഗുരുദേവനെ സ്വാമികൾ നേരിട്ട് ദർശിക്കുന്നത്
1926 അത് സ്വാമികളുടെ സ്വദേശത്ത് വെച്ച് തന്നെയായിരുന്നു. അവിടെ പർളിക്കാട്, കുറുക്കഞ്ചേരിക്ക് സമീപമുള്ള പർളിക്കാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഗുരുദേവൻ എഴുന്നള്ളിയ അവസരത്തിലാണ് സ്വാമികൾ ഗുരുദേവനെ നേരിട്ട് ദർശിക്കുന്നത്. അപ്പം അതിന് പിന്നിൽ ബോധാനന്ദ സ്വാമികളുടെ പ്രയത്നമുണ്ടായിരുന്നു. ബോധാനന്ദ സ്വാമികളുടെ ഒരു കർമ്മമണ്ഡലമായിരുന്നു തൃശ്ശൂർ, കൊച്ചി ഭാഗങ്ങൾ. കുറുക്കഞ്ചേരിക്ക് സമീപമുള്ള ആ പർളിക്കാട്ട്, ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പതിച്ചു കിട്ടുന്നതിനു വേണ്ടി, അതിന് സഹായങ്ങൾക്ക് വേണ്ടി ബോധാനന്ദ സ്വാമികൾ അന്ന് സമീപിച്ചത് സി പരമേശ്വര മേനോനെയാണ്. അദ്ദേഹമാണ് ഇനി ധർമ്മതീർത്ഥ സ്വാമികളായി മാറാൻ പോകുന്നത്. അദ്ദേഹം ബോംബെയിലെ നിയമ പഠനത്തിന് ശേഷം കൊച്ചിയിലെ ഹൈക്കോർട്ടിൽ വ്യവഹാരത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ആ സമയം ബോധാനന്ദ പ്രസ്ഥാനം വലിയ ചലനങ്ങളൊക്കെ കൊച്ചി, തൃശ്ശൂർ ഭാഗത്തൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാം വിവരങ്ങൾ ആ സ്വദേശി എന്ന നിലയ്ക്ക് ധർമ്മ തീർത്ഥസ്വാമികൾക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. പലതും കണ്ടും കേട്ടും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ പരിചയപ്പെട്ടു, അതൊരാത്മബന്ധമായി വളർന്നു. പരമേശ്വര മേനോന്റെ വീട്ടിൽ ബോധാനന്ദ സ്വാമികൾ ചെല്ലുമായിരുന്നു, വിശ്രമിക്കുമായിരുന്നു, ആതിഥ്യം സ്വീകരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഈ പ്രതിഷ്ഠയുടെ കാലമായപ്പോൾ തൃപ്പാദങ്ങൾ എഴുന്നള്ളി. ബോധാനന്ദ സ്വാമികളും ഏതാനും ശിഷ്യന്മാരും ഒപ്പമുണ്ട്. അവിടെ വെച്ച് പരമേശ്വര മേനോനും ഗുരുദേവനും കൂടിക്കാണുന്നു. ഈ ക്ഷേത്രത്തിന് പിൻവശത്തായുള്ള ഒഴിഞ്ഞ ഒരു പാറപ്രദേശത്ത് ഇവർ സ്വസ്ഥമായിരുന്ന് സ്വൈര്യ സംഭാഷണങ്ങൾ നടത്തി. അത് ഏറെ നീണ്ടു. പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കുകളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുകയാണ്. പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായപ്പോൾ എല്ലാവരും ഗുരുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് വൈകിയപ്പോൾ ഗുരുവിനെ സമീപിച്ച് ഇത് ഉണർത്തിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഗുരുദേവൻ കൽപ്പിച്ചത് പ്രതിഷ്ഠ ബോധാനന്ദം നടത്തട്ടെ, പ്രതിഷ്ഠ ബോധാനന്ദം നടത്തട്ടെ. ഗുരുവിൻ്റെ കൽപ്പന അങ്ങനെയാണ്. ഉത്തമ ശിഷ്യൻ ഗുരു കൽപ്പിച്ചാൽ മറിച്ച് ചിന്തിക്കില്ല, ചിന്തിച്ചുകൂടാ. ആ പ്രതിഷ്ഠ ബോധാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ഗുരുദേവൻ
ധർമ്മതീർത്ഥ സ്വാമികളുമായി അഥവാ പരമേശ്വര മേനോനുമായി സംഭാഷണം തുടരുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, ഈ പരമേശ്വര മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുക കൂടി ചെയ്തു. അവിടുത്തെ ആതിഥ്യം സ്വീകരിച്ചു. അപ്പൊ അതൊരു ഭക്ത കുടുംബമാണത് നമുക്ക് പിന്നാലെ കാണാം. വളരെ തൃപ്തിയായിട്ടാണ് ഗുരുദേവൻ അവിടുന്ന് മടങ്ങുന്നത്. അപ്പൊ നോക്കണം, പ്രതിഷ്ഠയ്ക്ക് ചെന്ന ഗുരുദേവൻ ആ പ്രതിഷ്ഠ ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ കണ്ണിൽ നിസ്സാരമായ ഒരു കാര്യത്തിന് ഒരാളുമായിട്ട് വർത്തമാനം പറഞ്ഞു പോകുന്നു. പക്ഷേ ഗുരു ഒരു വിലപ്പെട്ട ഒരു മുത്തിനെ കണ്ടെടുക്കുകയായിരുന്നു എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന, ശ്രീനാരായണ സമൂഹത്തിന്റെ സ്വത്വത്തെ നിർണയിക്കുന്ന ഒരു പ്രധാന വ്യക്തി ദാ ഗുരുവുമായി സന്ധിക്കുകയാണ്. ഗുരു അവിടുന്ന് പുറപ്പെടുമ്പോൾ പരമേശ്വര മേനോനെ സൂക്ഷിച്ചു നോക്കി. അവിടുന്ന് മുഴിഞ്ഞു. എന്താ, പഞ്ചാഗ്നിയുടെ മധ്യത്തിൽ കഷ്ടപ്പെടുകയാണല്ലേ? ഇതൊന്നും വേണ്ടെന്ന് തോന്നിയാൽ ശിവഗിരിയിലേക്ക് വരാം. പരമേശ്വര മേനോന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ, ഈശ്വര, എന്നെ ആകെ അളന്നിരിക്കുന്നു സ്വാമിജി. എൻ്റെ എല്ലാ അവസ്ഥകളും സ്വാമികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊന്നും വേണ്ടെന്ന് തോന്നിയാൽ എന്നാണ് ഗുരു പറഞ്ഞത്. ഇതൊന്നും വേണ്ടെന്ന് തോന്നിയാൽ ശിവഗിരിയിലേക്ക് വരാം. ഏതൊക്കെ വേണ്ടെന്ന് തോന്നിയാൽ? അതിന് നമുക്ക് അല്പം പുറകോട്ട് പോകാം. 1892 തൃശ്ശൂർ കൂർക്കഞ്ചേരിക്കടുത്തുള്ള, ഗുരുവായൂരിന് സമീപമെന്നും പറയാം, പലയിടങ്ങളിൽ കൂടി വരുന്നത് കൊണ്ട്, ചാത്തനാട്ട് എന്ന ഭവനത്തിൽ അവിടുന്ന് പൂജാതനാകുന്നു. ഒരാഠ്യ നായർ ഭവനമാണ്. പിതാവ് വക്കീലാണ്. അദ്ദേഹം അല്പം ഗൗരവക്കാരനും, ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം അങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കാത്തയാളുമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പരമേശ്വര മേനോന്റെ അമ്മ പാർവതി അമ്മ ഭക്തയായിരുന്നു. അന്നത്തെ കാലത്ത് പൊതുവെ എങ്ങനെയാണ്, ഭക്തിമാർഗത്തിന് ഏറെ പ്രചാരമുണ്ട്. രാമായണ ഭാഗവതാദികൾ വായിക്കും, കുട്ടികളെ കൊണ്ട് എന്നും വായിപ്പിക്കും. കുട്ടിയായ പരമേശ്വര മേനോനെ നല്ല നിറമൊക്കെ ഉണ്ട്, മുഖശ്രീയൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവെ ശുഷ്ക ശരീരനായിരുന്നു, ശാന്തപ്രകൃതിയായിരുന്നു, വലിയ വെകിളിയൊന്നുമില്ല. അപ്പൊ ആ കുട്ടിയെ
വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ചെലവുള്ള കാര്യമാണ്. ബന്ധുവായ 1-2 കുട്ടികൾ കൂട്ടിനുണ്ട്. എന്നാൽ മൂത്ത സഹോദരങ്ങൾ, മറ്റ് സഹോദരങ്ങൾ സ്കൂളിൽ പോകുന്നത് സങ്കടത്തോടെ ഈ കുട്ടി നോക്കി നിൽക്കും. ഈ കുട്ടിക്ക് ഉള്ളിൽ തോന്നാറുണ്ട്, എനിക്ക് ഇവരോടൊപ്പം സ്കൂളിൽ പോകണം എന്ന്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അങ്ങനെ 4ാം ക്ലാസ് വരെ വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററുടെ കീഴിൽ പഠിച്ചു. അപ്പോഴേക്കും ഈ കുട്ടിക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാമെന്നായി. ട്യൂഷൻ മാസ്റ്ററോട് കരഞ്ഞു പറഞ്ഞു, എനിക്കും സ്കൂളിൽ പോയി പഠിക്കണം. ട്യൂഷൻ മാസ്റ്റർക്ക് മനസ്സിലായി മിടുക്കനാണ്, നല്ല ബുദ്ധിമാനാണ് എന്ന് മാത്രമല്ല നല്ല ശുഭശീലങ്ങളുമുണ്ട്. ഈ കുട്ടിയെ സ്കൂളിൽ വിടണമെന്ന് പിതാവിനോട് ഈ ട്യൂഷൻ മാസ്റ്റർ ശുപാർശ ചെയ്തു. അപ്പോൾ പിതാവ് കുറെ ചിന്താമഗ്നനായി ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഇവന്റെ ജാതകത്തിൽ ഇവൻ നമുക്കുള്ളതല്ല. ഇവൻ പൊതുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ട് സ്കൂളിൽ വിട്ട് മറ്റു ദുശീലങ്ങളൊന്നും ഇവനെ ബാധിക്കണ്ട. നോക്കണം ആ പിതാവിൻ്റെ ഒരു വിശ്വാസവും ദീർഘവീക്ഷണവും. സ്കൂളിലോട്ടൊക്കെ ചെന്നാൽ പല ഇടപെടിയിലാണ്. അത് വേണ്ട. എന്നാൽ കുട്ടിക്ക് വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധവുമുണ്ട്. സംസ്കൃതം പഠിക്കുന്നുണ്ട്, മറ്റു വിഷയങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ഈ വീട്ടിലിരുന്ന് പഠിച്ചാലും പരീക്ഷ എഴുതാനൊന്നും വകുപ്പുണ്ട്. 4ാം ക്ലാസ്സിന് ശേഷം എല്ലാവരുടെയും നിർബന്ധം മൂലം ആ കുട്ടിയെ ഒരു ക്രിസ്തീയ വിദ്യാലയത്തിൽ ചേർക്കുകയാണ്. അപ്പം അവിടെ പഠനം തുറന്നപ്പോൾ അല്പം ഒന്ന് മുതിർന്നു. 4ാം ക്ലാസ് കഴിഞ്ഞു. അപ്പം സ്കൂളിലെ സാഹചര്യങ്ങളുമായി ഒക്കെ പൊരുത്തപ്പെട്ട് ഒക്കെ വരാൻ അല്പം താമസം നേരിട്ടു. എന്നിരുന്നാലും അധികം വൈകുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ കുട്ടി ശ്രദ്ധേയനായി മാറുകയാണ്. അതെങ്ങനെ? വെറുതെ ഉള്ള നേരം പോക്കുകളൊന്നും അല്ലെന്ന്. അവിടെ സാഹിത്യ സമാജമുണ്ട്. ഈ കുട്ടി അതിൽ താല്പര്യപൂർവ്വം പങ്കെടുത്തു തുടങ്ങി. കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കുക പതിവുണ്ട്. അങ്ങനെ ഈ കുട്ടിയും സാഹിത്യ സമാജത്തിൽ, സ്കൂളിലെ ആ സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവൻ നല്ല പ്രതിഭയുള്ളവനാണ്, ഭാഷാശുക്തിയുള്ളവനാണ്, അറിയാൻ ആഗ്രഹിക്കുന്നവനാണ്, അറിവ് തേടുന്നവനാണ്. അങ്ങനെ അധ്യാപകരുടെ കൂടി വാത്സല്യഭാജനമായി ഈ കുട്ടി മാറുന്നു. അന്നത്തെ സാഹചര്യം ചർച്ച് സ്കൂളാണ്, മതപഠനവുമുണ്ട്. സ്വാഭാവികമായിട്ടോടെ ബൈബിൾ പഠനമുണ്ട്. അത് ഏറെക്കുറെ നിർബന്ധിതവുമാണ്. അതുകൊണ്ട് മാത്രം ചിലർ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുട്ടി ഹിന്ദുമത ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ
അതേ താല്പര്യത്തോടെ ഈ ബൈബിളും പഠിക്കുകയാണ്. കുട്ടിക്കാലത്ത് തന്നെ ക്രിസ്തീയ ചര്യയും ബൈബിളുമൊക്കെ പഠിച്ചു എന്നതാണ് വാസ്തവം. അങ്ങനെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഈ കുട്ടിയൊക്കെ മതനിഷ്ഠ ഉണ്ടാകുന്നതിന് വീട്ടിലും അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വക്കീൽ ജോലി ആയിരുന്നെന്ന് പറഞ്ഞല്ലോ പിതാവിന്. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി ഈ വക്കീൽ ജോലിയിൽ തുടരുന്നതിന് അനുവദിച്ചില്ല എന്നുള്ളതാണ്. പലപ്പോഴും നുണ പറയേണ്ടി വരുന്നു, പലപ്പോഴും മനസാക്ഷിക്ക് വിരുദ്ധമായി പലതും ചെയ്യേണ്ടി വരുന്നു, ചെയ്യിക്കേണ്ടി വരുന്നു. അതിലാകെ അസ്വസ്ഥനായി അദ്ദേഹം വക്കീൽ പണി ഉപേക്ഷിക്കുകയാണ്. വക്കീൽ പണി ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹം ഇന്നൊക്കെ കാണുന്നത് പോലെ ഒരു യോഗ സെൻ്ററൊക്കെ തുടങ്ങി. ഒരല്പാത്മീയ വഴിയാണത്. തിയോസഫിക്കൽ സൊസൈറ്റി, അതിൻ്റെ പ്രവർത്തനം അവിടെയുണ്ട്. അപ്പം അത് വല്ലപ്പോഴുമൊക്കെ കൂടുന്നത് ഇവരുടെ വീട്ടിലായിരിക്കും. അപ്പം അവിടെ നടക്കുന്ന പ്രവചനങ്ങള്, പ്രഭാഷണങ്ങള്, ചർച്ചകള്, ഇതെല്ലാം മുതിർന്നവർ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടിയും ശ്രദ്ധിക്കും. അപ്പം അതുവരെ ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, അതുപോലെ പുരാണ പാരായണം, ഇതിലൊക്കെ അതീവ തൽപരനായിരുന്നു ഈ കുട്ടി. വടക്കുംനാഥ ക്ഷേത്രം ദർശനം, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂർ ദർശനം, അവിടെയെല്ലാം ചെന്ന് വിധിപ്രകാരം തന്നെ ദർശനാദികൾ കഴിക്കുകയും വീട്ടിൽ വന്നാൽ വീട്ടിലും അതുപോലെ തന്നെ നിത്യപ്രാർത്ഥന പ്രേരിപ്പിക്കാതെ തന്നെ. അത് ആ കുട്ടിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ പിതാവ് ഈ യോഗ നിലയമൊക്കെ തുടങ്ങി. അവിടെയും ധ്യാനവും ആരാധനയും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടുന്നതായ ഒരുക്കുകളും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ കുട്ടിയായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലഘുലേഖകളും ഗ്രന്ഥങ്ങളുമൊക്കെ വായിക്കാൻ തുടങ്ങി. നല്ലൊരു ഗ്രന്ഥശേഖരം പിതാവിനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ കൂടുതൽ അറിവ് ഉണ്ടാകുന്നതനുസരിച്ച് ആ കുട്ടിയുടെ ഈ മത ആചാരങ്ങളിൽ ഒക്കെ കുറവ് വരാൻ തുടങ്ങി. പിന്നെ കൂടുതലും ധ്യാനവും പ്രാർത്ഥനയും ഇതുപോലുള്ള മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിലുമൊക്കെയായി മാറി. അപ്പം അദ്ദേഹം ഈ ആഹാരത്തിലാണെങ്കിലും സാത്വിക ആഹാരത്തിനോടാണ് പ്രിയം. ഇപ്പോൾ തിയോസഫിയുടെ പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് അവർ മാംസം ഒക്കെ, മത്സ്യമാംസാദികളൊക്കെ വർജിച്ചവരാണ്. പക്ഷെ പിതാവ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകൂടി ഈ മാംസത്തിൻ്റെ രുചി അത്യാവശ്യം നേരത്തെ പിടിച്ചയാളായിരുന്നു. തീരെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ വാസന അനുവദിച്ചില്ല. രഹസ്യമായി മാംസം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ മെല്ലിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നുള്ള സതുദ്ദേശത്തോടെ ആയിരിക്കാം ഈ കുട്ടിയെയും ഇടയ്ക്ക് ഇത് കഴിപ്പിക്കുമായിരുന്നു. പക്ഷെ കുട്ടിക്ക് അത്ര നിർബന്ധമില്ല, ആരോഗ്യത്തെ കരുതിയായിരിക്കാം.
ഒരു ദിവസം യാദൃച്ഛമായിട്ടൊരു കാഴ്ച കണ്ടു. ഒരു മുയലിനെ കൊന്നതിൻ്റെ അതിന് ഈ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ തോലിരിക്കുകയാണ്. ഈ ഒരൊറ്റ കാഴ്ച കണ്ടതോടെ ഈ കുട്ടി എന്നേക്കുമായിട്ട് മാംസാഹാരം ഉപേക്ഷിച്ചു, പിന്നീട് തൊട്ടിട്ടില്ല. ഇപ്പൊ ഗാന്ധിജിയുടെയൊക്കെ ഉദ്ബോധനങ്ങൾ അദ്ദേഹത്തെ നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട്. ഒരിക്കൽ ഗാന്ധിജി ആഹ്വാനം ചെയ്തതനുസരിച്ച് ഈ ചായ കാപ്പി തുടങ്ങിയത് പോലും അദ്ദേഹം ഉപേക്ഷിക്കുകയുണ്ടായി. ഇതൊക്കെ ബാല്യദശയിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മദ്യമോ പുകയോ ഒന്നും തൊടാൻ പോലും ജീവിതത്തിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ തികച്ചും സാത്വികനായി ഏതാണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. അവിടെ ഭേദപ്പെട്ട വിജയമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രവേശനം കിട്ടുന്നു. BA ചേരുകയാണ്. അപ്പോൾ അവിടെ മഹാരാജാവിൻ്റെ പുത്രൻ സഹപാഠിയാണ്. അതിൻ്റെതായ പ്രൗഢിയിലൊക്കെയാണ് ആ രാജപുത്രൻ വരുന്നത്. അപ്പം സാധാരണ നിലയിൽ തന്നെ ആ വിദ്യാഭ്യാസം തുടരുന്നു. മുഷിവില്ലാതെ ആ പഠനം അദ്ദേഹം പൂർത്തിയാക്കുന്നു. അപ്പം അവിടെ മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടന്നപ്പോൾ ആ കോളേജിലെ മഹാരാജാസ് കോളേജിലെ ഏറ്റവും നല്ല കുട്ടിക്ക് ഒരു സ്വർണ്ണ മെഡൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു വിശേഷ അവസരത്തിലെ ഒരു വിശേഷ സമ്മാനം. അപ്പം അത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട, മൊത്തത്തിലുള്ള എല്ലാ കഴിവുകളും പരിഗണിച്ച് പഠനവും കൂടി പരിഗണിച്ച് കൊടുക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായി. ആ സ്വർണ്ണ മെഡലിന് അർഹനായത് പരമേശ്വരൻ മേനോനാണ്. അപ്പോ സാഹിത്യ സമാജം കോളേജിലുണ്ട്. അതിൽ പങ്കെടുക്കുക മാത്രമല്ല അതിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കേണ്ടി വരികയും ചെയ്തു. അതിനിടയ്ക്ക് ഈ ഫുട്ബോൾ കമ്പമൊക്കെ കയറുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഒരു തവണ ഈ പന്തിന് തല വെച്ചപ്പോൾ തല ഇളകിപ്പോയി. അതിൻ്റെ തലവേദന കൊണ്ട് കുറെ ദിവസം നടന്നു. അതോടെ പന്ത് കളി അവസാനിച്ചു. അങ്ങനെ BA ബിരുദം കിട്ടി. BA ബിരുദം കിട്ടിയ പലരും ജോലിയില്ലാതിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. BA-ക്കാർ വളരെ അപൂർവമാണെന്ന് ഓർത്തോണം. അവിടെ പരദേശീയരും വിദേശീയരുമായിട്ടുള്ള ആളുകൾക്ക് ഉദ്യോഗം പക്കുവെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾക്ക് കൊടുക്കാൻ ജോലിയില്ല. അതാണ് വാസ്തവം. അറിയപ്പെടുന്ന ഒരാളായിരുന്നത് കൊണ്ട് പരമേശ്വര മേനോന്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആ സ്വാധീനത്തിൽ രാജകൊട്ടാരത്തിൽ തന്നെ ദിവാന്റെ ഓഫീസിൽ പരമേശ്വര മേനോന് ജോലി ലഭിക്കുകയാണ്. സഹപാഠികളെ എല്ലാം അസൂയപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നത്. മുൻകാലങ്ങളിൽ ഇങ്ങനെ ബിരുദം നേടിയവരൊക്കെ വെറുതെ നിൽക്കുകയോ അല്ലെങ്കിൽ ജോലി തേടി വെളിയിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഇതാ ബിരുദം ലഭിച്ചതിന് പുറമെ ജോലി ലഭിക്കുന്നു. ഈ ജോലി കുറെ മുൻപോട്ട് പോയപ്പോൾ ഇദ്ദേഹം ആകെ അസ്വസ്ഥനായി തുടങ്ങി.
ഇത് തനിക്ക് പറ്റുന്നതല്ല. ഒരു പ്രത്യേക ജീവിതം, തൻ്റെ കർമ്മശേഷിക്കോ പ്രതിഭയ്ക്കോ ഒന്നും വഴങ്ങുന്നതല്ലിത്. വരുമാനമുണ്ട് എന്നത് കാര്യമാണ്. ഇങ്ങനെ ആകെപ്പാടെ എന്തു വേണ്ടു? വീട്ടിലെ അവസ്ഥ നോക്കുമ്പോൾ ജോലി ഉപേക്ഷിക്കാനും വയ്യ. അങ്ങനെ ആകെപ്പാടെ മനസ്സിൽ ഇതിങ്ങനെ ഒരു വിഷമമായിട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വീട്ടുകാരിതാ വിവാഹം ആലോചിക്കുന്നു. അപ്പൊ നോക്കണം, ആ മദ്രാശി പ്രസിഡൻസി കോളേജിലായിരുന്നു ഈ BA ബിരുദം നേടി. അത് പറയാൻ വിട്ടുപോയതാണ്. അവിടെ ഒരു ബന്ധുവിനോടൊപ്പമായിരുന്നു താമസം. അവിടെ നിൽക്കുമ്പോൾ ആ ബന്ധു വീട്ടിലെ ഒരു പെൺകുട്ടിയുമായി സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ആ പെൺകുട്ടിയിൽ പരമേശ്വര മേനോന്റെ മനസ്സ് പതിഞ്ഞിരുന്നു. അത് മനസ്സിലിങ്ങനെ കിടന്നതേ ഉള്ളൂ. വിവാഹാലോചന വന്നപ്പോ ഈ കുട്ടിയുടെ കാര്യം ഓർത്തു. ബന്ധു വീടാണ്, കാര്യം തുറന്നു പറഞ്ഞു, അവർക്കും സമ്മതമായി. അങ്ങനെ ആ പെൺകുട്ടിയെ പരമേശ്വര മേനോൻ വിവാഹം കഴിച്ചു. ആ വിവാഹ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ജോലിയും ഇങ്ങനെ ഒരു മുഷിപ്പനായിട്ട് മുന്നോട്ട് പോകുന്നു. ആകപ്പാടെ ഇദ്ദേഹം ഒന്നുകൂടി ധർമ്മസങ്കടത്തിലായി. ഇതുവരെ ഉള്ളതുപോലല്ല ജീവിതം. ഈ ജോലിയിൽ നിന്നുള്ള ഒരു വരുമാനം തികയുന്നില്ല. വരുമാനം വർദ്ധിപ്പിക്കാൻ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോളാണ് നിയമം പഠിച്ചാലോ. കുറെ ആലോചിച്ചു, അന്വേഷിച്ചു. ബോംബെയിലുള്ള നിയമ ലോ കോളേജിലേക്ക് അപേക്ഷ കൊടുത്തു. യാതൊരു തടസ്സവുമില്ല, അവിടെ ചെന്ന് ചേരാവുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ട് വീട്ടിലേക്ക് പോയി ഒന്നുമില്ല, വീട്ടിലേക്ക് കത്തയച്ചു. ഭാര്യയ്ക്കും കത്തയച്ചു. അങ്ങനെ കത്ത് മൂലം അറിയിച്ചിട്ട് നേരെ ബോംബെയിലേക്ക് പോവുകയാണ്. ബോംബെയിൽ ചെല്ലുമ്പോൾ അത് മറ്റൊരു സാഹചര്യമാണ്. എല്ലാവരും ജോലി തേടിയെത്തുന്നിടം, കൂടുതൽ വ്യവസായങ്ങൾ ഉള്ളിടം, നല്ല തിരക്കുള്ളിടം, അതിൻ്റെതായ അസൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ അവിടെ ഒരു പരിചയം പോലുമില്ല, ഒരു പരിചയവുമില്ല. അപ്പം അവിടെ ഒരു ബാങ്കിൽ അദ്ദേഹത്തിനൊരു ക്ലർക്കായി ജോലി ലഭിക്കുന്നു. പഠനവും ജോലി ഒപ്പം കൊണ്ടുപോകാനാണ്. ബാങ്കിൽ അതിന് സമ്മതമായിരുന്നു. അപ്പം അങ്ങനെ കോളേജിൽ ചേർന്നു. 2-3 പേര് കൂടി മുറി തരപ്പെടുത്തി അവിടുത്തെ അസൗകര്യങ്ങളെല്ലാം സഹിച്ച് മൂട്ടയുടെ കടിയൊക്കെ ആവശ്യത്തിന് അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അത് എക്കാലവും സ്വാമികളുടെ ഒരു പേടി സ്വപ്നമായിരുന്നു, ഏത് വീട്ടിൽ ചെന്നാലും മൂട്ടയുണ്ടോ എന്നുള്ളത്. അവിടുത്തെ ആ ദുരനുഭവമാണ്. അവിടെയും പഠനത്തോടൊപ്പം തന്നെ പല പല കാര്യങ്ങളിൽ, ജോലിയോടൊപ്പം തന്നെ പല പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പുതിയൊരു ലോകം തുറന്നു കിട്ടി. കൂടുതൽ കൂടുതൽ അറിയാനിട വന്നു. പല പല പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, പല തലത്തിലുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, തൊഴിൽ മേഖല അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പല അനുഭവങ്ങളും ഉണ്ടായി, അറിവുകളുണ്ടായി.
നിയമവും വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ അദ്ദേഹം ജയിച്ചു. അങ്ങനെ മടങ്ങിപ്പോരുകയാണ്. വന്ന് നേരെ തന്നെ കൊച്ചി ഹൈക്കോർട്ടിലേക്ക് പ്രാക്ടീസ് ആരംഭിക്കുന്നു. അപ്പോൾ പ്രതീക്ഷ വാനോളം ഉണ്ടായിരുന്നു. ഒരു വരുമാനം ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടാണ് കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ച് അവിടേക്ക് പോകുന്നത്. അപ്പം വരുമ്പം രണ്ട് തരത്തിൽ നിരാശ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു ദുരന്തം ആ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒരു സമയം വീട്ടിൽ നിന്ന് പിതാവിൻ്റെ ഒരു എഴുത്ത് വന്നു. ആ എഴുത്തിൽ പറയുന്നത്, നീ നിന്റെ ഭാര്യയെ ഉടനടി ഉപേക്ഷിച്ചു കൊള്ളണം, അവർ നമുക്ക് പറ്റുന്നതല്ല. ഇപ്പൊ മദ്രാശിയിൽ നിന്നാണ്, ഈ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം മദ്രാസിലെത്തി അന്വേഷിച്ചപ്പോൾ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുള്ളൂ, പക്ഷെ അതിന് അപ്പുറത്താണ് കാര്യങ്ങൾ. അദ്ദേഹം ആകെ തകർന്നുപോയി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ നന്മ, മനസ്സിൻ്റെ ആ നന്മ കണ്ടുകൊള്ളണം. എത്ര വഴിതെറ്റിപ്പൊക്കോട്ടെ, നമ്മൾ നന്നാക്കിയെടുക്കണം. വഴിതെറ്റിയവരെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ധർമ്മം, അല്ലാതെ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഇവരെ നന്നാക്കാനുള്ള ഉപദേശമോ ഗുണദോഷമോ ഒക്കെ പല രീതിയിൽ നടത്തിയിട്ടുണ്ടാവും. ഏതായാലും അതെല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ ഒരു നിരാശ കൂടിയുണ്ട്. ബന്ധം പിരിഞ്ഞില്ല. ഇതാ കൊച്ചിയിൽ വന്നു, പ്രാക്ടീസ് ആരംഭിച്ചു. കേസുകളൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടുമെന്നാണ് കരുതിയത്. പക്ഷേ ഈ പറഞ്ഞ പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. കഷ്ടിച്ചിങ്ങനെ കഴിഞ്ഞു കൂടുന്നു. കുറെ മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, വെറുതെ ഇങ്ങനെ ഓഫീസിൽ വന്ന് സമയം കളയുകയാണ്. അതുകൊണ്ട് കുറെ പൊതു കാര്യങ്ങളിലൊക്കെ അങ്ങ് ശ്രദ്ധിച്ചു തുടങ്ങാം. അങ്ങനെ അദ്ദേഹം ഈ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി തുടങ്ങി. പലരുമായിട്ടും ബന്ധങ്ങളുണ്ടായി. അപ്പം ആ സമയത്ത് ബന്ധം പിരിയണമെന്നുള്ള ബന്ധുക്കളുടെ ആവശ്യം കാത്തിരുന്നിട്ട് പരിഹാരമില്ല എന്ന് കണ്ട് അങ്ങനെ ഒരു ആവശ്യം വരികയും ആ ബന്ധം നിയമപരമായി ഒഴിയുകയും ചെയ്തു. ആ ബന്ധത്തിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വതന്ത്രനായി അദ്ദേഹം. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വിദ്യാസമ്പന്നർക്കിടയിൽ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കുന്നതിന്, അവർക്ക് സാഹിത്യ രചനയൊക്കെ നടത്തുന്നതിന് ഈ മാഗസിനൊക്കെ അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അങ്ങനെ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അച്ഛന് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ലൈബ്രറി ഒരു പൊതു ലൈബ്രറി ആയിട്ട് അദ്ദേഹം മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് വാരികയുടെ പത്രാധിപരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പത്രപ്രവർത്തനത്തിലും അദ്ദേഹത്തിന് വാസന തെളിയുകയാണ്, പരിചയം ഉണ്ടാവുകയുമാണ്. ഒരു സുഹൃത്ത് സ്നേഹിതൻ എന്നൊരു മാസിക തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഏതാണ്ട് ഒരു പൂർണ്ണ ചുമതല അദ്ദേഹം ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയോ ഒരു പ്രിന്റിംഗ് പ്രസ് വിൽക്കുന്നെന്നറിഞ്ഞപ്പോൾ അത് വളരെ ശ്രമം ചെയ്ത് അത് സ്വന്തമാക്കി ഈ പലതും അച്ചടിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ തൃശ്ശൂർ
ഈ മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന്. ഈ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ അതും കരുത്തനായ ആ പ്രദേശത്തെ ഒരു പ്രമാണിയായ ധനികനായ ഒരാൾക്കെതിരെയാണ്. അയാളെ തോൽപ്പിക്കാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ ഇതുപോലൊരു യുവാവ് അനുയോജ്യനാണെന്ന് തോന്നുകയാണ്. അങ്ങനെ ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു. എതിർഭാഗത്ത് ശക്തമായ പ്രചരണമാണ്, പണം വാരിയെറിഞ്ഞുള്ള പ്രചരണമാണ്. ധർമ്മതീർത്ഥസ്വാമികൾ അല്ലെങ്കിൽ പരമേശ്വര മേനോൻ ഇതിനൊന്നും തുനിയുന്നില്ല. ഇദ്ദേഹത്തിന്റെ പ്രചരണം എങ്ങനെയായിരുന്നു? ഏറെക്കുറെ വോട്ട് ചെയ്യാനുള്ള എല്ലാവരുടെയും വിലാസം എടുത്ത് എല്ലാവർക്കും ഓരോ കാർഡ് അങ്ങ് അയച്ചു, ചുരുങ്ങിയ വാക്കുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്. ഫലം വന്നപ്പോൾ പരമേശ്വര മേനോൻ ഭേദപ്പെട്ട രീതിയിൽ ജയിച്ചിരിക്കുന്നു. അങ്ങനെ മുനിസിപ്പൽ ഭരണവും അതിലും കുറെ നാൾ പങ്കാളിയായി. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഏതെല്ലാം തരത്തിൽ തെളിഞ്ഞിട്ടാണ് പരാജയത്തിൽ നിന്നും വിജയത്തിന്റെ പടവുകൾ ഏതെല്ലാം തരത്തിൽ താണ്ടിയാണ് അവസാനം ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബോധാനന്ദ പ്രസ്ഥാനവുമായി, അപ്പം ഗുരുദേവന്റെ ശിഷ്യത്വമൊക്കെ സ്വീകരിച്ച് ഗുരുവിൻ്റെ ഏതാണ്ട് അനന്തരഗാമിയായിട്ട് ബോധാനന്ദ സ്വാമികൾ വരുന്ന ആ കാലഘട്ടമാണ്. ബോധാനന്ദ സ്വാമികളുടെ തനതായ ചില പ്രവർത്തനങ്ങൾ തുടർന്നും വരികയാണ് അവിടെ. ആ ഇടയ്ക്കാണ് നമ്മൾ ആദ്യം കണ്ട രീതിയിൽ അവർ പരിചയപ്പെടുന്നതും. ഈ പറളിക്കാട് ദേവസ്വത്തിന്റെ ഭൂമി പതിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയ്ക്ക് പരമേശ്വര മേനോന്റെ സഹായം തേടുന്നതും. അവിടെ പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെടുകയായിരുന്നു. കാരണം ഈ സ്ഥലം പതിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഇത്രയും സേവനം ചെയ്ത ഒരാളെ ആ പ്രതിഷ്ഠയ്ക്ക് വിശേഷ ക്ഷണിക്കുക കൂടിയായിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ഗുരുവിനെ, ഗുരുവുമായി സംഭാഷണം നടത്തുന്നതും ഗുരു പരമേശ്വര മേനോന്റെ വീട്ടിലെത്തുന്നതും. ഈ പഞ്ചാഗ്നിയുടെ മധ്യത്തിൽ നിന്ന് ഇതെല്ലാം വേണ്ടെന്ന് തോന്നിയാൽ അങ്ങോട്ട് വരാനുള്ള ക്ഷണമുണ്ടാകുന്നതും. അപ്പൊ ഇതുവരെ കേട്ട കാര്യങ്ങൾ വെച്ചൊന്ന് ചിന്തിക്കുക. പഞ്ചാഗ്നിയിൽ ഉരുകുകയായിരുന്നു ആ മനസ്സ്. അത് ജീവിതത്തിലുണ്ടായ ആ ദുരനുഭവങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം ആർത്തിയോടെ പഠിച്ചു പോവുകയാണ്. ലോകസേവയ്ക്ക് അതീവ തൽപരനാണ്. അതിന് യോജിക്കുന്നതായ ഒരു അന്തരീക്ഷം, അദ്ദേഹത്തിന്റെ ആ പ്രതിഭയ്ക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നില്ല. എന്നാൽ പല പല കാര്യങ്ങളിലും നാട്ടിൽ ഇടപെട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട്, വീട്ടിലെ കെട്ടും ഇങ്ങനെയുള്ളത് കൊണ്ട് ഇതെല്ലാം വേണ്ടെന്ന് തോന്നിയാൽ, അല്ലാതെ ഗുരു ഒരിക്കലും നിർബന്ധിച്ചില്ല, ഇതെല്ലാം വേണ്ടെന്ന് തോന്നിയാൽ ശിവഗിരിയിലേക്ക് വരാം. ധർമ്മതീർത്ഥസ്വാമികളുടെ ഉദയം അങ്ങനെയാണ്. അദ്ദേഹം ശിവഗിരിയിലേക്ക് പോയി, ഗുരുദേവനെ നമസ്കരിച്ചു. ഗുരുദേവൻ ഇതിനോടകം പരമേശ്വര മേനോനെ അളന്നു കഴിഞ്ഞിരുന്നു. അവിടെ ശിവഗിരി മഠത്തിന്റെ മാനേജരായി നിയമിക്കുകയാണ്. മാനേജർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും ചുമതല. അപ്പൊ ആ ഇടയ്ക്ക് ഗുരുദേവന്റെ അനന്തരഗാമിയായി പ്രിയ ശിഷ്യൻ ബോധാനന്ദ സ്വാമികളെ അഭിഷേകം ചെയ്ത് വാഴിച്ചു കഴിഞ്ഞിരുന്നു.
ഗുരുദേവന്റെ അനന്തരഗാമിയായി വന്നു കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ ഗുരു വിൽപത്രവും എഴുതി തൻ്റെ അധീനതയിലുള്ള സർവ്വ സ്വത്തുക്കളുടെയും അനന്തരാവകാശം ബോധാനന്ദ സ്വാമികളിൽ അർപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ബോധാനന്ദ സ്വാമികൾക്ക് ശേഷം ഒരു ശിഷ്യ സംഘത്തിനായിരിക്കും ഇതിൻ്റെ പിന്തുടർച്ചയെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥിതിക്ക് ഒരു ശിഷ്യ സംഘം ഉടനെ ഉണ്ടാകേണ്ടതായ സാഹചര്യവും വന്നുകൂടി. ഈ വിൽപത്രവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് യോജിക്കാൻ ഒരു വിഭാഗത്തിന് കഴിഞ്ഞില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ തന്നെ ഒരു വിഭാഗത്തിന് കഴിയുകയുണ്ടായില്ല. ആ വിൽപത്രം അസ്ഥിരപ്പെടുത്താനും മറ്റും അവർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നു. ബോധാനന്ദ സ്വാമികളെ വളരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു. ഒരു വേള മനസ്സുമടുത്ത് ഇദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു ബോധാനന്ദ സ്വാമികൾ. അപ്പോൾ അദ്ദേഹം വലിയ വിപ്ലവകാരി ആയിരുന്നെങ്കിലും ഗുരുദേവ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞ് ഒരു ഉത്തമ ത്യാഗിവര്യനായി മാറിക്കഴിഞ്ഞിരുന്നു ഗുരുദേവന്റെ പ്രതിപുരുഷൻ. എന്നാൽ ഗുരുദേവൻ നിയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിർവഹിക്കുന്നുമുണ്ട്. പലയിടങ്ങളിലും ഗുരുദേവന്റെ നിഴൽ പോലെ തന്നെ പിന്തുടരുന്നുമുണ്ട്. ഗുരുദേവന്റെ ശ്രീലങ്ക യാത്ര ഒക്കെ വരുന്നുണ്ട്. എല്ലാം ഒന്നിച്ചാണ്. ഇതിനോടകം ഊട്ടി നീലഗിരിയിൽ ഗുരുകുലം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നടരാജഗുരു അവിടെ വാസവും തുടങ്ങി. ബോധാനന്ദ സ്വാമികളുടെ കൂടി പരിശ്രമ ഫലമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായി വരുന്നത്. അല്പം മനസ്വസ്ഥതയ്ക്ക് വേണ്ടി ബോധാനന്ദ സ്വാമികൾ നീലഗിരിയിലേക്ക് പോയി ഗുരുകുലത്തിൽ വസിക്കുകയാണ്. ഗുരുവിൽ നിന്നും ധർമ്മതീർത്ഥർ എന്ന സന്യാസ ദീക്ഷ പരമേശ്വര മേനോൻ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ബോധാനന്ദ സ്വാമികൾ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് പലപ്പോഴും തൻ്റെ ശിഷ്യനോട്, ഇനി ഉത്തരഭാരതത്തിലേക്ക് പോവുകയാണ്. ഉത്തരഭാരതം എന്ന് പറഞ്ഞാൽ, ഹിമാലയം എന്ന് പറഞ്ഞാൽ ബോധാനന്ദ സ്വാമികൾക്ക് ഒരു രസം തന്നെയായിരുന്നു, ഒരു ലഹരി തന്നെയായിരുന്നു. ഇനി അവിടേക്ക് പോവുകയാണ്. ഇനി മലയാളത്തിലേക്കില്ല. ഇദ്ദേഹമാണെങ്കിൽ ഉത്തരഭാരത പര്യടനത്തിന് ഒരവസരം പാർത്തു നിൽക്കുകയാണ്. പഠിച്ചത് ബോംബെ, അതുമാത്രമേ ഉള്ളൂ വെളിയിലോട്ടുള്ള അനുഭവം. വെളിയിലോട്ട് പോകാൻ തന്നെ ഇദ്ദേഹവും തീരുമാനിച്ചു. ബോധാനന്ദ സ്വാമികളുടെ ഒപ്പം പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പം നീലഗിരിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന് കത്ത് കിട്ടി. കൂടുതൽ കരുതലൊന്നുമില്ല, വസ്ത്രവും എടുത്തുകൊണ്ട് അദ്ദേഹം നീലഗിരിയിൽ എത്തുകയാണ്. ഇപ്പൊ ശിവഗിരിയിലെ തനിക്ക് മനോവധയ്ക്കിടയായ സാഹചര്യങ്ങളെല്ലാം ബോധാനന്ദ സ്വാമികൾ പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം സശ്രദ്ധം കേട്ടു. ധർമ്മതീർത്ഥസ്വാമികൾക്ക് തോന്നി, ഗുരുവിന്റെ അനുമതിയോടെ വേണ്ടേ പോകാൻ. ബോധാനന്ദ സ്വാമികൾ അത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഗുരുവിനോട് ഉണർത്തിച്ച് നമസ്കരിച്ച് അനുവാദം വാങ്ങി വേണം ഭാരത പര്യടനത്തിന് പുറപ്പെടാൻ. അങ്ങനെ അദ്ദേഹം ശിവഗിരിയിലെത്തി. തൃപ്പാദങ്ങളോട് വിവരം പറഞ്ഞു. ബോധാനന്ദ സ്വാമികൾ ഇനി ഇവിടേക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന കാര്യവും ഉണർത്തിച്ചു. തൃപ്പാദങ്ങൾ ചോദിച്ചു, ബോധാനന്ദൻ വരില്ലേ?
പോയി കൂട്ടിക്കൊണ്ടു വരണം. അപ്പൊ നോക്കണം, ഒരു ജീവിതാഭിലാഷമായ ഉത്തരേന്ത്യ യാത്രയ്ക്ക് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഗുരുദേവൻ ഇങ്ങനെ പറയുന്നത്. ഒരു ഉത്തമ ശിഷ്യന്റെ സ്വഭാവം നോക്കൂ, അത് അപ്പടി അനുസരിക്കുകയാണ്. അപ്പോൾ സമീപത്ത് വർത്തിച്ചിരുന്ന ഗോവിന്ദൻ ചാന്നാർ ആലുമൂട്ടിൽ കുടുംബാംഗമാണ്. അദ്ദേഹം പറഞ്ഞു, തടി ഇവിടെ നിൽക്കുമ്പോൾ എന്തിനു കൊമ്പിപ്പോയി തൂങ്ങുന്നു. തടി ഇവിടെ ഗുരുദേവനും, കൊമ്പ് ശിഷ്യൻ ബോധാനന്ദൻ. തടി ഇവിടെയുള്ളപ്പോൾ എന്തിനു കൊമ്പിൽ പോയി തൂങ്ങുന്നു. ഇവിടെയല്ലേ ആള് വേണ്ടത്. ധർമ്മതീർത്ഥസ്വാമികൾ നമസ്കരിച്ച് വീണ്ടും നീലഗിരിയിലെത്തുന്നു. അവിടെ ഗുരുവിന്റെ ഇംഗിതം അറിയിക്കുന്നു. ബോധാനന്ദ സ്വാമികൾ മൗനമായി കണ്ണടച്ചിരിക്കുന്നു. ഗുരുവിന്റെ കൽപ്പനയാണ്. നോക്കൂ, എത്ര വിധേയത്വമുണ്ടായിരുന്നു ആ ശിഷ്യന്മാർക്കെന്ന്. എന്തു വേണ്ടു അവിടുന്ന് തൃപ്പാദ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലണം. ഒന്ന് മൂളിയിട്ട് ബോധാനന്ദ സ്വാമികൾ കൽപ്പിക്കുന്നു. വിട്ടുപോകാതെ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കുമെന്നുറപ്പുണ്ടെങ്കിൽ പോകാം. ധർമ്മതീർത്ഥസ്വാമികൾ അവിടുത്തെ ചുമതലകളെല്ലാം നോക്കി നടത്തുമെന്നുറപ്പുണ്ടെങ്കിൽ പോകാം. ധർമ്മതീർത്ഥസ്വാമികൾ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ശിവഗിരിയിലേക്ക് മടങ്ങുകയാണ്. പ്രസ്ഥാനത്തെക്കുറിച്ച് അല്പമൊക്കെ അറിയാവുന്നവരായ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവരുടെ ഉത്തരഭാരത പര്യടനം അന്ന് നടന്നിരുന്നു എങ്കിൽ, അത് നടക്കില്ല, കാരണം ഗുരുവിന്റെ സങ്കല്പമാണ്, അത് വേറെ, അതിനെ മറന്നുകൊണ്ടല്ല പറഞ്ഞത്. ഒരു മറുഭാഗം നമ്മുടെ ഭാവനയിലൊന്ന് ചിന്തിച്ചു നോക്കുക. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്താകുമായിരുന്നു? ഇവിടെ മറ്റൊരു വില്ല് എഴുതേണ്ടി വരും. അതിൻ്റെതായ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകും. തിരിച്ചെത്തി ഗുരുവിന്റെ നിയോഗം. രണ്ട് ഗുരുക്കന്മാരാണ് ധർമ്മ തീർത്ഥസ്വാമികളെ സംബന്ധിച്ച്. ബോധാനന്ദ സ്വാമികളും സാക്ഷാൽ സ്വാമി തൃപ്പാദങ്ങളും. ഈ രണ്ടുപേരുടെയും കൽപ്പന. ബോധാനന്ദ സ്വാമികൾ എന്തൊക്കെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് അനന്തരഗാമി എന്നുള്ള നിലയ്ക്ക്, ആ ചുമതലകൾ അത്രയും വളരെ ഭംഗിയായി ധർമ്മതീർത്ഥസ്വാമികൾ ചെയ്യുകയായിരുന്നു. ഇവിടെ ഓർക്കണം, 928 ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്നു. 26 ധർമ്മതീർത്ഥസ്വാമികളുടെ ശിഷ്യത്വ സ്വീകരണം. 2 കൊല്ലങ്ങളോ മാത്രമേ, ഏതാണ്ട് 2 കൊല്ലം മാത്രമേ തൃപ്പാദങ്ങളുടെ കാലത്ത് പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഒറ്റ പരിശ്രമം കൊണ്ടാണ് ശ്രീനാരായണ ധർമ്മ സംഘം രൂപീകൃതമായത്. ഒരു പ്രഗത്ഭ വക്കീലെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും എഴുതിയുണ്ടാക്കുകയും അതിൻ്റെ നിയമം സാങ്കേതിക കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നീക്കി അത് സഫലമാക്കുകയും ചെയ്തത് ധർമ്മതീർത്ഥസ്വാമികളാണ്. ശ്രീനാരായണ ധർമ്മ സംഘം രൂപീകൃതമായപ്പോൾ 7ാം പേരുകാരനായി ഒപ്പിട്ടിരിക്കുന്നതും സ്വാമികളാണ്. അവിടെ അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ കൃത്യമായ വ്യവസ്ഥകളൊന്നുമില്ല. അതിന് കുറെ കാരണങ്ങളുണ്ടായിരുന്നു.
അവിടെയുള്ളവർക്ക് ആർക്കും ഉത്തരവാദിത്തമില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഒരു വേള ഇത് മുഴുവൻ SNDP യോഗത്തെ ഏൽപ്പിച്ചു. സ്വത്തുക്കൾ ഏതൊക്കെ, എങ്ങനെയൊക്കെ, എവിടെയൊക്കെ എന്ന് രേഖപ്പെടുത്താൻ പോലും, ഒന്ന് തിട്ടപ്പെടുത്താൻ പോലും യോഗത്തിന് കഴിഞ്ഞില്ല. പല ഭക്തന്മാരും പല നാടുകളിലായി സ്ഥാവര വസ്തുക്കൾ പലതും ഗുരുവിനായി എഴുതി വച്ചിരിക്കുന്നു. എത്രയോ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കണക്കില്ല. അതിനോടകം തന്നെ അതിനുശേഷവും സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അന്നത്തെ കാലം പറയേണ്ടതുണ്ടോ? ഇതുപോലെ അളവറ്റ സമ്പത്ത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരാചാര്യനുണ്ടെന്ന് തോന്നുന്നില്ല. ധർമ്മതീർത്ഥ സ്വാമികളാണ് ഇതിനെല്ലാം ഒരു വ്യവസ്ഥയുണ്ടാക്കി പലതിനെയും ശിവഗിരി മഠത്തിന്റെ ശാഖകളാക്കി മാറ്റി അതിനെ നിയമാനുസൃതം പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. അതിനുള്ള വ്യവസ്ഥകളെല്ലാം ചെയ്തത് സ്വാമികളായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഇന്ന് ശ്രീനാരായണ ഗുരുദേവ കൃതികളുണ്ട്. അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ അവസ്ഥ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുള്ളത് വളരെ അപൂർവം മാത്രമായിരുന്നു. പലയിടങ്ങളിൽ പാടിപ്പാടി പതിഞ്ഞ് പലരുടെയും സ്മരണകളിലായിരുന്നു കൃതികൾ കിടന്നിരുന്നത്. ധർമ്മതീർത്ഥസ്വാമികൾ നല്ലൊരു ഗവേഷണം തന്നെ നടത്തി. അപൂർവം ചിലത് മാത്രമേ കുറിക്കപ്പെട്ടിട്ടുള്ളതായി ഉണ്ടായിരുന്നുള്ളൂ. ഇനി അഥവാ ആരെങ്കിലും കുറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അത് സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് പക്ഷേ പാടിപ്പാടി കർണാകർണികയ അത് വ്യാപിക്കുകയാണ് ചെയ്തത്. ഗുരുദേവ കൃതിയാണ് എന്ന് ബോധ്യപ്പെടുമാറ് ഗുരു സമക്ഷത്ത് നിന്ന് തന്നെ അതിനെ ഏറെക്കുറെ ഒരു സ്ഥിരീകരണം വരുത്തി. ഇതെല്ലാം ഒറ്റ ഡയറിയിലാക്കിയത് ധർമ്മതീർത്ഥ സ്വാമികളാണ്. എന്ന് മാത്രമല്ല, ധർമ്മം എന്നൊരു പത്രവും ആരംഭിക്കുന്നുണ്ട്. മൂർക്കോത്തുകുമാരനും നടരാജഗുരുവും ധർമ്മതീർത്ഥ സ്വാമികളുമാണ് അതിൻ്റെ പത്രാധിപരായി നാം ഇന്നറിയുന്നത്. എന്നാൽ നാനാദേശങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ ഗുരുവിൻ്റെ പ്രതികരണങ്ങളും മൊഴികളും ഉപദേശങ്ങളും എല്ലാം ഒന്ന് സമാഹരിച്ചെടുത്ത ആ ഒരു തീവ്രയത്നം, അത് ധർമ്മം പത്രത്തിൽ കാലാകാലങ്ങളിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു. ഗുരുദേവ വചനങ്ങളുടെ സമാഹരണം വളരെ പരിശ്രമിച്ച് സമാഹരിച്ചതും ധർമ്മതീർത്ഥ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം അന്നേ പറഞ്ഞു, നാം ഇന്ന് കാണുന്നത് പോലല്ല, വരാനിരിക്കുന്ന ലോകത്തിൻ്റെ, വരാനിരിക്കുന്ന കാലത്തിൻ്റെ പ്രവാചകനായിരിക്കും നമ്മുടെ ഗുരു. വരാനിരിക്കുന്ന കാലത്തിൻ്റെ പ്രവാചകൻ. ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല അവിടുത്തെ സന്ദേശങ്ങൾ. അത് ലോകമാകെ പ്രചരിക്കുക തന്നെ വേണം. അതിനായി അദ്ദേഹം തയ്യാറെടുത്തു തുടങ്ങി. എന്തെല്ലാം അദ്ദേഹം ചെയ്തു എന്നുള്ളതിന് കണക്കില്ല. അതിനു മുമ്പ് തന്നെ ശ്രീനാരായണ ഭക്ത സമൂഹം അവശ്യം അറിഞ്ഞു പാലിക്കേണ്ടതായ കസ്റ്റമുണ്ട്, ആചാരമുണ്ട്, മതനിഷ്ഠയുണ്ട്.
ഇതിനെയെല്ലാം വ്യവസ്ഥപ്പെടുത്തുവാനും പ്രചരിപ്പിക്കാനും അദ്ദേഹം ചെയ്ത ശ്രമങ്ങൾ. ഒരു വേള ബോധാനന്ദ സ്വാമികളുടെ ഉപദേശപ്രകാരം ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു മതം സ്ഥാപിക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. ശ്രീനാരായണ മതം എന്നൊരു ലഘുലേഖ തന്നെ, ഒരു പത്രിക തന്നെ ഇദ്ദേഹം എഴുതി തയ്യാറാക്കുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. സാധാരണ മതം ഉണ്ടാകുന്നത് പോലല്ല. ഇതിന്റെ ആവശ്യകത എന്താണ്? ഇതിന്റെ പ്രസക്തി എന്താണ്? ഈ നിലവിലുള്ള മതങ്ങൾ എങ്ങനെ പോകുന്നു? ആ മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും അതുമൂലമുണ്ടാകുന്ന അശാന്തിയും, ഇതിനെല്ലാം പരിഹാരമായി ഇതാ പുതിയൊരു മതം. അത് ദോഷകരമായി മറ്റൊരു മതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് അധപ്പതിച്ചു പോകാതെ വളരെ സൂക്ഷ്മമായ കരുതലോടെയാണ് അതിൻ്റെ പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഗുരുദേവൻ സൗമ്യമായി അതിനെ നിരുത്സാഹപ്പെടുത്തി വാത്സല്യപൂർവ്വം, നമ്മുടെ പേരിൽ ഒരു മതം വേണ്ട, ഗുരുകൽപ്പനയാണ്, അവിടെ നിർബന്ധിക്കുന്നില്ല, അതനുസരിച്ച്. പക്ഷെ ആ ശ്രീനാരായണ മതം എന്ന ആ പത്രിക നമുക്കിന്ന് ലഭ്യമാണ്. ശിവരിയിൽ അതിൻ്റെ ബുക്കുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആചാരപരമായി നോക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ശ്രീനാരായണ ക്ഷേത്രങ്ങളിലെല്ലാം ഐക്യരൂപത്തിലുള്ള ആചരണ പദ്ധതി, അനുഷ്ഠാന പദ്ധതി. ഗുരുദേവന്റെ ആ പവിത്ര ജന്മം സംഭവിച്ച ചിങ്ങമാസത്തെ ശ്രീനാരായണ മാസമായി ആചരിക്കാനുള്ള ആഹ്വാനം, ചതയ നക്ഷത്ര പൂജയുടെ ആരംഭം, അതിൻ്റെ പ്രചാരണം, ഏതെല്ലാം തരത്തിലേക്കാണ് അവിടുത്തെ ശ്രദ്ധകൾ ഊന്നിയത്. തൃപ്പാദങ്ങളുടെ സമാധിക്ക് ശേഷം പല പല പ്രതിസന്ധികളും ഉണ്ടായി. അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലത്തോളം വ്യവഹാരങ്ങളായിരുന്നു. ഗുരുവിൻ്റെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കം, SNDP യോഗവുമായുള്ള കേസ്. അവിടെ ധർമ്മതീർത്ഥസ്വാമികൾ എടുത്ത നിലപാട്, ഗുരു വിൽപ്പത്രപ്രകാരം ചുമതലപ്പെടുത്തിയത്, അത് ശിഷ്യസംഘത്തെ ഏൽപ്പിച്ച ചുമതല, അത് തങ്ങൾക്ക് നിർവഹിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അത് ഗുരുവിൻ്റെ ഇച്ഛ അനുവർത്തിക്കുക മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലാതെ അതിനെ ഒരു കടുംപിടുത്തമായിട്ടല്ല കാണേണ്ടത്. ഇദ്ദേഹം അത് മുന്നിൽ കണ്ടു. സമാധിക്ക് ശേഷം ഒരു കൊല്ലം പിന്നിട്ടപ്പോൾ ഇദ്ദേഹം ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇതൊരു പൊതു ട്രസ്റ്റാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ, അന്ന് ഒരു പൊതു ട്രസ്റ്റാക്കിയാലുള്ള ഗുണങ്ങൾ എന്തെന്നും അതിൻ്റെ അനന്ത സാധ്യതകൾ എന്തെന്നും നിയമജ്ഞനായ അദ്ദേഹം ചിന്തിച്ചതുപോലെ ഭക്തന്മാരോ സംഘടനക്കാരോ ഒന്നും ശ്രദ്ധിച്ചില്ല. അതിനെ നഖശികാന്തം എതിർക്കുകയായിരുന്നു എല്ലാവരും ഒരുപോലെ. പക്ഷെ ചിന്തിച്ചു കൊള്ളണം, പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ധർമ്മസംഘം ട്രസ്റ്റായി മാറി, അഥവാ മാറ്റേണ്ടി വന്നു. അന്നേ അത് ചെയ്തിരുന്നു എങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഗുണഫലം സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുമായിരുന്നു എന്നതോർത്താൽ അത് വലിയൊരു നഷ്ടബോധമാണ്.
ഇദ്ദേഹം ധർമ്മപ്രചാരണം നടത്തി. കൂടുതൽ ലഘുലേഖകൾ, ചെറു ഗ്രന്ഥങ്ങൾ, വരാനിരിക്കുന്ന കാലത്തിൻ്റെ ആചാര്യൻ എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല, അത് കേരളത്തിന് വെളിയിലേക്ക് പ്രചരിപ്പിക്കുവാൻ ഇംഗ്ലീഷിൽ ആദ്യമായി ഗുരുദേവന്റെ ചരിതം ദർശനം സഹിതം പ്രസിദ്ധപ്പെടുത്തിയത് ധർമ്മതീർത്ഥ സ്വാമികളാണ്. അതിനുശേഷമാണ് നടരാജഗുരുവിന്റെ വേർഡ് ഓഫ് ഗുരു വരുന്നത്. അതിനും മുമ്പേ ശ്രീനാരായണ ദർശനം പുറം ലോകത്തെ അറിയിച്ചത് ധർമ്മതീർത്ഥ സ്വാമികളാണ്. നോക്കണം, ശിവഗിരി എന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ചെമ്പഴന്തി തീർത്ഥാടന കേന്ദ്രമാണ്, അരുവിപ്പുറം മരുത്വാമല. പക്ഷെ അന്നത്തേതിൽ ഈ മരുത്താമല വരുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ അതിലും മുന്നേറി. ഇന്ന് കടൽപ്പുറം വരെ ഗുരുദേവ ചരിതമായിട്ട് ബന്ധപ്പെട്ട അവിടം വരെ തീർത്ഥാടകരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അന്ന് തൃപ്പാദങ്ങളുടെ സമാധിയോടെ ആരെ കാണാൻ വരണം? അവിടെയാണ് മഹാസമാധി സ്ഥാനത്തിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി ആളുകൾക്ക് അവിടെ വന്ന് ആരാധിക്കുവാനും തീർത്ഥാടകരായി അവിടെ എത്തുവാനും ഉള്ള ഒരു സാഹചര്യം സ്വാമികൾ ഒരുക്കുന്നത്. തീർത്ഥാടനത്തിനൊക്കെ അനുമതി ഗുരുദേവൻ നൽകിയിരുന്നു എങ്കിലും അതൊന്നും പ്രയോഗപദത്തിൽ എത്തിയിരുന്നില്ല. ഗുരുപൂജാ സമ്പ്രദായം അവിടുന്ന് വ്യാപിപ്പിച്ചു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ചെമ്പഴന്തി ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹമാണ് അന്നത്തെ കാലത്ത് ഈ സ്ലൈഡുകൾ ഉപയോഗിച്ച്, ഫിലിം സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞ്, അന്ന് കണ്ണാടി ചില്ലാണ്, ചിത്രങ്ങളൊക്കെ ഈ സ്ക്രീനിൽ പ്രകാശം ചില്ലിക്കൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പടം തെളിയിച്ച് ആ പടം കാട്ടിക്കൊണ്ടുള്ള പ്രഭാഷണം, അത് വളരെ പ്രചാരം നേടി. ഈ ചെമ്പഴന്തിയുടെ അരുവിപ്പുറത്തിൻ്റെയും അരുവിപ്പുറ ക്ഷേത്രത്തിൻ്റെയും പടങ്ങളൊക്കെ കണ്ട ജനങ്ങൾ ഇത് നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത് സ്വാഭാവികം. ശാരദാ പ്രതിഷ്ഠയുടെ 25-ാം വർഷം വരുന്നു. അതിൻ്റെ രജത ജൂബിലിയാണ്. ആ ജൂബിലിക്ക് അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തു. കേവലം ഒരു രജത ജൂബിലി ആഘോഷം പൊടിപൊടിച്ച് നടത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം എന്തെങ്കിലും പുലിമ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉറച്ച ഉന്നം ഇതോടെ ഇവിടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ടാകണം. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. ശിവഗിരിയിലേക്ക് തീർത്ഥാടകരായി ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങിയത് ആ സംഭവത്തോടെയാണ്. ചെമ്പഴന്തിയിലേക്ക് അതുപോലെ ഒഴുക്കു തുടങ്ങിയത് ഈ സംഭവത്തോടെയാണ്. അരുവിപ്പുറം ഗുഹ പവിത്രമാണെന്നും ഓരോ ഗുരുദേവ ഭക്തനും അവിടെ ചെന്ന് നമസ്കരിക്കേണ്ടതാണെന്നുമുള്ള ബോധം സമൂഹത്തിൽ പടർന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനങ്ങളിലൂടെയാണ്. നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിനെതിരെ സംഘടിതമായ നീക്കം അകത്തും പുറത്തും ഉണ്ടായി. പലരും പലരുടെയും ചട്ടുകങ്ങളൊക്കെ ആയി മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്തു. ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. ഇത് മുന്നോട്ടഴിവില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നതിനുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും എല്ലാം സൃഷ്ടിച്ചു വെച്ചതിന് ശേഷമാണ് ഇനി ഒരു വിവാദത്തിന് ഇട കൊടുക്കാൻ മടിച്ച് അദ്ദേഹം ഇതാ പണ്ട് നടക്കാതെ പോയ ബോധാനന്ദ സ്വാമികളോടൊപ്പം പോകാൻ സാധിക്കാതെ പോയ ഉത്തരേന്ത്യൻ പര്യടനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി പരത്തി പറയുന്നില്ല. അതിങ്ങനെ കന്യാകുമാരിയിൽ നിന്നങ്ങ് ആരംഭിച്ചു. ചെമ്പഴന്തിയിൽ നിന്ന് ഇറങ്ങിയതാണ്.
കാൽനടയായിട്ടങ്ങ് നടന്നു തുടങ്ങി. പോകുന്ന വഴിക്കെല്ലാം ആശങ്ക പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുണ്ട് മുറുക്കി ഉടുത്തിട്ടുണ്ട്. പക്ഷെ അടുത്ത നിമിഷം എവിടുന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുകയാണ്. അത് സംഭവബഹുലമാണ് അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം. 10 കൊല്ലക്കാലം പലയിടങ്ങളിലായി അദ്ദേഹം താമസിച്ചു. ആ യാത്രക്കിടയിൽ പലരും ഇദ്ദേഹത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് താമസിക്കാൻ സൗകര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഗുരുദേവ സംബന്ധിയായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ ഒരു 4-5 എണ്ണം രചിക്കുകയുണ്ടായത്, പ്രസിദ്ധീകരിക്കുകയുണ്ടായത്. അതൊന്നും സ്വജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ശ്രീനാരായണ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ചെയ്തതല്ല. ഇദ്ദേഹത്തിലുള്ള വിശ്വാസം, ഇദ്ദേഹത്തിൻ്റെ കർമ്മപദം, അതിൽ വിശ്വാസം തോന്നി ചെയ്തതാണ്. ഇദ്ദേഹം ചെയ്തതാകട്ടെ ശ്രീനാരായണ ഗുരുവിൽ അടിയുറച്ച് ആ സന്ദേശത്തിൻ്റെ പ്രചരണം മാത്രം. ആ പോക്ക് ലാഹോറിൽ തന്നെ 3 വർഷത്തോളം താമസിക്കുന്നുണ്ട്. അവിടുന്ന് കേവലം കാഴ്ച കണ്ടിങ്ങനെ നിഷ്കർഹനായി തപസ്സിരുന്ന് പോരുകയല്ല ചെയ്തത്, എല്ലാവരും ചെയ്തതുപോലെ. അങ്ങനെ തിരിച്ച് അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുന്നു. ചെമ്പഴന്തിയിൽ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സ്ഥലം ഒറ്റിയായിരുന്നു, ഒരു ഒറ്റി ബാധ്യതയുണ്ടായിരുന്നു. 1927 ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലം ഗുരുവിനായി ഗുരുവിൻ്റെ ബന്ധുക്കൾ, കുടുംബക്കാർ സമർപ്പിക്കുന്നുണ്ട്. അത് അവിടുന്ന് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലെ ഒരു നിയമമുണ്ട്, അതിൻ്റെ ആ ഒറ്റ അവകാശം ഒഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഇത് ധർമ്മസംഘത്തിൻ്റേത് ആയിത്തീർന്നിരുന്നില്ല. ഇത് ഗുരു ഏറ്റെടുത്ത മണ്ണാണ്, ഇവിടെ ഗുരു അവതരിച്ച മണ്ണാണ്. ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ, അവിടെ ആ കൊച്ചുകുടിൽ മാത്രമേ ഉള്ളൂ, അവിടെ വലിയ എടുപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സ്വത്ത് സംബന്ധിച്ചൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് കൊണ്ട് നിയമപ്രകാരം അല്ലെങ്കിൽ പാരമ്പര്യമായി അവകാശപ്പെട്ടവർ അത് വിൽക്കുകയും അങ്ങനെ പൊളിക്കുകയൊക്കെ ചെയ്തു പോയത് കൊണ്ടാണ്. കുറെ കാലം കൂടി മുമ്പായിരുന്നു ധർമ്മ തീർത്ഥസ്വാമികൾ അതോട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ അതിനിടവരില്ലായിരുന്നു. ഇദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ആ ചെമ്പഴന്തി വയൽവാരം വീടുന്ന് നാം കാണുന്ന രീതിയിലിരിക്കുന്നു. അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്ത ത്യാഗം എന്താണെന്നറിയുമോ? ഇദ്ദേഹത്തിന്റെ പേരിൽ അല്പം ഭൂസ്വത്തുണ്ടായിരുന്നു തറവാട്ടിൽ. ആ ഭൂസ്വത്ത് വിറ്റ പണം കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒറ്റി ഒഴിപ്പിച്ചെടുത്ത് അത് ധർമ്മസംഘത്തിന്റെ പേരിലാക്കിയത്. ഒന്ന് ഓർത്തു നോക്കണം. സാങ്കേതികമായി പറയുമ്പോൾ സ്വജാതിയിൽ നിന്ന് വെളിയിലുള്ള ഒരാൾ ഇതുപോലെ ഒരു ത്യാഗം ചെയ്യുക, അതുകൊണ്ടാണ് ഇന്ന് ചെമ്പഴന്തി, ആ ഗുരുകുലം ഇന്ന് കാണുന്ന രീതിയിലൊക്കെ നമുക്ക് കണ്ട് തീർത്ഥാടനം നടത്താൻ പറ്റുന്നത്. അവിടെ അദ്ദേഹത്തിന് എന്തെല്ലാം തിക്താനുഭവങ്ങളുണ്ടായി. അപ്പോൾ അവിടെ ആ ഗുരുദേവ പ്രതിമ വെച്ചത്, അതിനെ ഗുരുമന്ദിരം എന്ന് പേര് വിളിച്ചത് ധർമ്മ തീർത്ഥസ്വാമികളാണ്. ആ ഭാഗത്തുണ്ടായിരുന്ന പുലയ ജാതിയിൽപ്പെട്ടവരെ വാദ്യം പഠിപ്പിച്ച് സ്വാമി തിരുനാളിന് അവരെ കൊണ്ട് ചെണ്ടയടിപ്പിക്കുകയും വാദ്യം വായിപ്പിക്കുകയും ഒക്കെ ചെയ്തത് തലതിരിഞ്ഞ് ഏതാനും പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാത്യഭിമാനം മൂത്ത അവർ ഈ പാവങ്ങളെ തല്ലി ഓടിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ. അദ്ദേഹം ഇവരെ എല്ലാവരെയും വീണ്ടും വിളിച്ചു വരുത്തി, എല്ലാവരെയും നിരയായിട്ട് നിർത്തിയിട്ട് ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? ആ പാവങ്ങളുടെ മുമ്പിൽ ദണ്ഡന നമസ്കാരം ചെയ്ത് കളഞ്ഞു, മാപ്പിരന്നു. നോക്കൂ,
അറിവ് കുറവുകൊണ്ട് ഈ അവിവേകം കാണിച്ചവരെ അദ്ദേഹം ശപിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. അവരോട് മാപ്പിരുന്നു. അദ്ദേഹം ഒരു വേള തിരിച്ചറിയുകയാണ്, ഇതിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് ശ്രീനാരായണ ധർമ്മ പ്രചരണം, കാരണം ശ്രീനാരായണ ധർമ്മത്തിൻ്റെയും ഇനി ഗുരുവിൻ്റെ തന്നെ അവകാശികൾ ഞങ്ങളാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് എന്ത് കാര്യം എന്നുള്ള രീതിയിലൊരു സമീപനം വന്നപ്പോൾ ഈ ശല്യമില്ലാതെ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം കണ്ട ഒരു മാർഗം നമ്മൾ ഇന്ന് നോക്കിയാലും അത് കടുത്തതാണെന്ന് തോന്നും. അദ്ദേഹം മതം മാറാൻ തീരുമാനിച്ചു. ഗുരുവിനെ അല്ല മാറുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണം. ഗുരു എല്ലാവരുടേതുമല്ലേ. ഈ ഒരു സംവിധാനത്ത് നിൽക്കുമ്പോഴല്ലേ ഈ എതിർപ്പ്. താൻ ക്രിസ്ത്യാനിയായി നിന്നുകൊണ്ട് ഗുരുവിനെ വിശ്വസിച്ചാൽ, ഗുരു ധർമ്മത്തിൽ മുഴുകിയാൽ, ഒന്ന് ഓർത്തു നോക്കൂ, അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനം. അദ്ദേഹം അതിൻ്റെതായ വിധിപ്രകാരം ക്രിസ്ത്യാനിയായി തീർന്ന് ജോൺ, എന്നിട്ടും ആ ഗുരുദേവൻ നൽകിയ പേര് വിട്ടില്ല. ജോൺ എന്ന പേര് സ്വീകരിച്ചെങ്കിലും ഗുരുദേവൻ നൽകിയ സന്യാസ വേഷവും വിട്ടില്ല, നാമവും വിട്ടില്ല. ജോൺ ധർമ്മതീർത്ഥർ എന്ന് അവിടുന്ന് അറിയപ്പെടുകയാണ്. അപ്പൊ പലരും വിചാരിക്കുന്നത് ഇങ്ങനെ മതം മാറിപ്പോയി, അതോടെ പുള്ളി ബൈബിളിന്റെ നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ, പുള്ളി എന്നേ പറയുള്ളൂ, അതിൻ്റെയൊക്കെ ആയിപ്പോയി. അങ്ങനെയൊന്നുമല്ല. ആദരവോടെ വേണം അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തിന്റെ മുറിയിൽ ഭിത്തിയിൽ അദ്ദേഹത്തിന്റെ ശിരസ്സിനു മുകളിൽ വെച്ചിരുന്ന പടം ശ്രീനാരായണ ഗുരുദേവന്റേതായിരുന്നു അവസാനം വരെ. അവിടുന്ന് സന്ദർശിച്ചൊരു ഭക്തനോട്, ഒരു ശിഷ്യനോട് പറഞ്ഞത്, ആ ചിത്രം ചൂണ്ടിക്കൊണ്ട്, ഞാൻ ഇത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതം വിട്ടു, പക്ഷെ ഇത് വിട്ടിട്ടില്ല. അദ്ദേഹത്തിന് ആവതുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഈ സ്വാമി തിരുനാൾ വരുമ്പോൾ ചെമ്പഴന്തി ചെല്ലും. അദ്ദേഹം ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ചെന്നിട്ട് കുറെ ചീട്ടുമായിട്ടാണ് ചെല്ലുന്നത്. ചീട്ടെന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ എളുപ്പം എല്ലാവർക്കും മനസ്സിലാകും. ആ ചുറ്റുവട്ടത്തുള്ള കുറെ നിർധന കുട്ടികൾ, അവർക്കെല്ലാം ഓരോ ചീട്ടങ്ങ് കൊടുത്തു. എന്നിട്ട് അതിട്ട് നറുക്കെടുക്കുകയാണ്. ഒന്നാമത് കിട്ടുന്നവന് 50 രൂപ, രണ്ടാമത് കിട്ടുന്നവന് 49 രൂപ, മൂന്നാമത് കിട്ടുന്നവന് ഇങ്ങനെ പുറകോട്ട് പോരുകയാണ്. ആ കുട്ടികൾക്ക് അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു തുകയാണ്. അടുത്ത വർഷം വന്നപ്പോഴത്തേന് ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി ഈ ലോട്ടറി കൊടുക്കുക. പൈസയ്ക്കല്ല മേടിക്കുന്നത് കേട്ടോ, സൗജന്യമായിട്ട് കൊടുക്കുക. എന്നിട്ടത് അവരെ കൊണ്ട് തന്നെ ചുരുട്ടി അത് നറുക്കടിപ്പിക്കുക. ഇപ്പൊ ഗുരുദേവന്റെ പൂർവാശ്രമത്തിൽ പറയുമ്പോൾ ഗുരുദേവന്റെ ഒരു അനന്തരവൻ ഉണ്ടായിരുന്നു. ആ അനന്തരവനെ ധർമ്മതീർത്ഥ സ്വാമികളാണ് പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് നല്ല ജോലിയൊക്കെയായി, ബോംബെയിൽ നല്ല നിലയിലെത്തി. എല്ലാ വർഷവും സ്വാമി തിരുനാളാകുമ്പോൾ കത്തയക്കും. അദ്ദേഹം മടി കൂടാതെ സ്വാമികൾ ആവശ്യപ്പെടുന്ന പണം അയച്ചു കൊടുക്കും. ഇത് കൂടുതൽ പ്രചരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സ്ഥിരം ഒരാളിൽ നിന്ന് മേടിക്കാതെ വീണ്ടും വീണ്ടും പലരിൽ നിന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. നോക്കൂ, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഒരു സഭയിൽ ചേർന്നു, അതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അവിടെയും സഹകരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഈ വക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അവിടെ തടസ്സവുമില്ലായിരുന്നു. അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പലയിടത്തും പല പ്രശ്നങ്ങളൊക്കെ ഈ സഭയിലും ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ മാത്രമല്ല, ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ കാലം കൊല്ലത്ത് താമസിക്കുന്നു, കുറെ കാലം ഈ കോട്ടയത്ത് വന്ന് താമസിക്കുന്നുണ്ട്, 2-3 കൊല്ലക്കാലം. അതിനെക്കുറിച്ച് ഈ കോട്ടയംകാരൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അവിടെയും കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് തിരുവനന്തപുരത്ത്. ഏതാണ്ട് 83-ാം വയസ്സിലാണ് അദ്ദേഹം
സമാധി പ്രാപിക്കുന്നത്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതും ആചാരപരമായി പറഞ്ഞാൽ പള്ളിയുടെ ആ നിയമം അനുസരിച്ച് അവരുടെ സെമിത്തേരിയിൽ തന്നെയാണ്. അതിൻ്റെ ചിത്രമൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാം. സച്ചാനന്ദ സ്വാമിയൊക്കെ ഇന്ന് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് നോക്കുക. അവിടെ ഇന്ന് സ്വാമിജി പോയി പ്രണാമം അർപ്പിക്കുകയും ധർമ്മതീർത്ഥ സ്വാമികളുടെ ജീവചരിത്രം സ്വാമികൾ എഴുതിയത് ആ സമാധി സ്ഥാനത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു, സ്വാമിക്കായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പ്രായാധിക്യം കൊണ്ടാണ് സമാധി അടയുന്നത്. അധികം അങ്ങനെ കിടന്ന് ആരെയും ബുദ്ധിമുട്ടിച്ചതായി കാണുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ ആ സംസ്കാര ക്രിയയ്ക്കുള്ള കാര്യങ്ങൾ ഒന്നും ആ പള്ളിയെ കൊണ്ട് ചെയ്യിക്കാതെ കാലയെ കൂട്ടി തന്നെ അതിനുള്ള സ്ഥാനം കാണുകയും കല്ലറ തീർപ്പിക്കുകയും സ്വന്തം ചെലവിൽ തന്നെ ചെയ്തു വെച്ചിരുന്നു. ഒരു പരസഹായം വേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ആ സഭയിൽപ്പെട്ട ഒരു ഇടവകാംഗത്തിനെ അതിന് ചുമതലപ്പെടുത്തി. എന്നു മാത്രമല്ല, മുൻകൂർ ഒരു 2000 രൂപയുടെ ചെക്കും കൂടെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയി അതിൻ്റെതായ ഒരു നിന്ന് പരിചയിക്കാനുള്ള ഒരു സംവിധാനത്തോടെ വേണമല്ലോ വരാൻ. അതിനായിരിക്കാം വരുന്നത്. അല്പം താമസിച്ചു പോയി, ചില കടമകളൊക്കെ തീർത്തിട്ടൊക്കെ വരാനായിട്ട്. പക്ഷേ വന്ന് പരിചരിക്കാനല്ല യോഗം ഉണ്ടാകുന്നത്, സമാധി ഇരുത്താനാണ്. അപ്പോഴത്തേക്കും സാധാരണഗതിയിൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു അനുചരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ശബ്ദം അങ്ങ് ഇടറിപ്പോയി, നാവിനൊരു കുഴച്ചിൽ പോലെയൊക്കെ തോന്നി. പെട്ടെന്ന് ചെന്ന് താങ്ങി പിടിച്ചപ്പോഴത്തേന് ഇതാ കയ്യിലേക്ക് അങ്ങ് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ആ മഹാമനുഷ്യയുടെ അന്ത്യം. പ്രിയമുള്ളവരെ, 50ാം സമാധി വാർഷിക ദിനമാണിന്ന്. അതുകൂടി പരിഗണിച്ചാണ് ഇന്നലത്തെ പ്രഭാഷണം ഇന്നത്തേക്ക് മാറ്റിയത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ധർമ്മതീർത്ഥ സ്വാമികളുടെ ഇനി ഇതായി ഇറങ്ങാൻ പോകുന്ന വിതരണത്തിന് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രന്ഥം എല്ലാവരും വാങ്ങണമെന്നും വൈകാതെ തന്നെ അതിൻ്റെ 2ാം പതിപ്പ് സ്വാമിജിയെ കൊണ്ട് ഇറക്കിക്കാൻ ഇടവരുത്തണമെന്നും എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട്, അവിടെയൊന്ന് ഓർത്തു നോക്കുക, ആ പാവം പുലയ സഹോദരങ്ങളുടെ മുമ്പിൽ ഈശ്വര നെഞ്ചു പൊട്ടുന്ന സഹോദരങ്ങളെ, ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം നേരുന്നു. നന്ദി, നമസ്കാരം.